ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോസിറ്റീവ് കൗൺസിലർ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയാണ്. നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന ഏത് അരി കൊണ്ടും നമുക്കിങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കുറുവ അരി ഉപയോഗിച്ചിട്ടാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബേ ലീഫ്, 2 അല്ലി ജാതിപത്രി, 1 കഷ്ണം തക്കോലം, 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം. ഇത് താളിക്കാനാണ്. നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ഇട്ട് കൊടുക്കാം. ഇനി സവാള ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാള വാടി വരുമ്പോൾ ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവ ഇടാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലവണ്ണം വെള്ളം പതക്കുമ്പോൾ അതിലേക്ക് അരിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്ത് 1 വിസിൽ വരുന്നവരെ വേവിക്കാം. നിങ്ങളുടെ കുക്കറിന് അനുസരിച്ചിട്ട് വേണം കേട്ടോ ടൈം കണക്കാക്കേണ്ടത്. ഇനി നമുക്ക് മുട്ട റെഡിയാക്കാം. മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയ സവാള അരിഞ്ഞതിട്ട് കൊടുത്ത് വാടി വരുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ഇട്ടിളക്കി മുട്ടയും ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഈ മസാല നമുക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ട ബിരിയാണി റെഡിയായി. നെയ്യും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് ഇളക്കി ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതാണ്.